ഹലോ മക്കളെ, എല്ലാവരും ഇതാ +2 ക്ലാസ്സിലേക്കുള്ള പഠനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. മെയ് മാസം പഠിക്കണമെന്നൊരു വലിയ ചോദ്യമുണ്ട്. അതാണ് ഞാൻ ഈ കാണുന്ന വീഡിയോയിൽ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും കൺഫ്യൂഷനിലായിരിക്കും. ഞാൻ മെയ് മാസം പഠിക്കുന്നില്ല, ഞാൻ നേരെ ജൂൺ മാസം സ്കൂൾ ആരംഭിക്കുമ്പോൾ മാത്രം പഠിക്കുന്നുള്ളൂ, മെയ് മാസം ഫുൾ ഞാൻ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു, ജൂൺ മുതലുള്ള മാസങ്ങൾ പഠിച്ചാൽ പോരെ, ഒരുപാട് സമയമുണ്ട്, നമുക്ക് എക്സാം വരാൻ വേണ്ടി പോകുന്നു, മാർച്ച് മാസമാണ്, സോ അത്രമേൽ സമയമുള്ളതുകൊണ്ട് ഞാൻ മെയ് മാസം പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ബഹുഭൂരിഭാഗം പേരും ചിന്തിക്കാം. ഒറ്റ കാര്യം പറയട്ടെ, കാണുന്ന വീഡിയോ പോവാം. ഇത്തവണ 2025 +2 ബോർഡ് എക്സാം കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതിഗംഭീരമായി ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. വളരെ ഹാർഡാണ്, എക്സാം ഒന്നും തന്നെ എഴുതാൻ വേണ്ടി സാധിച്ചില്ല, എനിക്ക് 15 മാർക്ക് പോലും കെമിസ്ട്രിക്കകത്ത് ലഭിക്കില്ല, ഫിസിക്സ് ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ ഒന്നാണ് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം തന്നെ ഈസിയായ ഒരുപാട് വിദ്യാർത്ഥികളെയും ഞങ്ങൾ കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എന്താണ് കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം ഈസി ആയിട്ട് മാറുന്നു, ഒരുപാട് പേർക്ക് എന്താണ് കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം ഡിഫിക്കൽട്ടായിട്ട് മാറുന്നു. വൈ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വേറെ ഒന്നുമല്ല, കൃത്യമായിട്ട് സ്ട്രക്ചർഡായി അവർ പഠിച്ചു തുടങ്ങി. മെയ് മാസം മുതൽ അവർ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ കോൺസെപ്റ്റും പഠിച്ച്, ഓരോ പാഠങ്ങളിലെ ഓരോ ഭാഗവും ഗംഭീരമായി പഠിച്ച് അവർ മുന്നോട്ട് പോയി. അത് മാത്രമായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ കാരണം. കൃത്യമായിട്ട് കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ എല്ലാ വിഷയത്തിനകത്തും ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. അത് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത്തവണ എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിലും ആ കാണുന്ന ഡിഫിക്കൽറ്റി നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, സ്ട്രക്ചർഡായി പഠിക്കുക. അതിനുവേണ്ടി മെയ് മാസം മുതൽ തന്നെ എല്ലാവരും പഠനം ആരംഭിക്കണം. ഇത് മാത്രമല്ല ഒരു കാരണം, വേറെ ഒന്നും കൂടിയുണ്ട്. നിങ്ങൾ ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ തന്നെ ലാബ് വർക്കും റെക്കോർഡ് എഴുത്തും ഭയങ്കര തിരക്കായിരിക്കും. ആ നിമിഷം +2 ക്ലാസ് നമുക്ക് അധികം പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല, എല്ലാവരും റെക്കോർഡ് എഴുതായിരിക്കും, ഒരുപാട് ടോപ്പിക്സ് പെൻഡിങ് വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പാഠം നിൽക്കുന്നതാണ് പഠിക്കാൻ വേണ്ടി ഉണ്ടാവും. നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാം എല്ലാം ആകുമ്പോൾ തന്നെ അത്രയ്ക്കും ബാക്ക്ലോഗ്സ് ഉണ്ടാവും. ആ കാണുന്ന ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യൽ ഒട്ടും ഈസി ആയിരിക്കില്ല. അതുകൊണ്ട് ഈ കാണുന്ന മെയ് ജൂൺ മാസങ്ങളെല്ലാം തന്നെ നിങ്ങൾ അത്രമേൽ എഫേർട്ട് എടുത്ത് ഒരുപാട് പാഠങ്ങൾ, ഏകദേശം ഒരു 4-5 പാഠം തന്നെ ഓരോ വിഷയത്തിനെയും പഠിച്ച് തീർക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് +2 ക്ലാസ്സിനകത്തുള്ള എല്ലാ പാഠങ്ങളും പഠിക്കാൻ വേണ്ടി സാധിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇത്ര കാലം പഠിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് +2 എന്ന് പറയുന്നത്. ഏറ്റവും അധികം പഠിക്കാനുള്ള വർഷവുമാണ് +2. മാത്സിനകത്ത് ഒറ്റ പാഠം മതി +2 ക്ലാസ് മാത്സ് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ വേണ്ടി. വേറെ ഒന്നുമല്ല, ആ ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻ്റഗ്രൽസ്. 300 ക്വസ്റ്റ്യൻസ് മേലെയാണ് നമുക്കെന്ത് ആ ഒറ്റ ചാപ്റ്ററിൽ കാണാൻ വേണ്ടി സാധിക്കുക. ഫിസിക്സിനകത്ത് റേപ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്നാണ് ഒരുപാട് ഓർഗാനിക് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയുണ്ട്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് പോലത്തെ ഒരുപാട് ഓർഗാനിക് പാഠങ്ങൾ പഠിക്കാനുള്ള വർഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ +2 ക്ലാസ് എന്ന് പറയുന്നത്. അത്രമേൽ ഹാർഡായ പാഠങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ച് ആരംഭിച്ചില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ +2 ക്ലാസ് ഈസി ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. മക്കളെ, എല്ലാവരും ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുക. Xylem നിങ്ങൾക്കുള്ള അഗ്നി ബാച്ച് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അഗ്നി ബാച്ചിൻ്റെ അഡ്മിഷൻ എടുക്കുക. അഗ്നി ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്ത് ഒരിക്കലും ലേറ്റായി പഠിക്കാതെ ഇപ്പോൾ തന്നെ ഓരോ ചാപ്റ്ററും ഓരോ പാഠങ്ങളും അതിഗംഭീരമായിട്ട് പഠിച്ചാരംഭിച്ച് തന്നെ മുന്നോട്ട് പോകാം. സോ ഗൈസ്, സീ യു, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം Xylem Learning.